കണ്ടോ? എന്തായാലും നമുക്ക് ഇവരെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനൊന്ന് പുറത്ത് വെച്ച് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു നോക്കാം. ഇനി ഇതിനെ എനിക്ക് കാണാൻ കിട്ടിയില്ലെങ്കിലോ. ഓക്കെ, നമുക്കിതിനെ ഇവിടെ പുറത്ത് വെച്ച്, നമ്മുടെ നാട്ടിലൊക്കെ പുറത്തിട്ടല്ലേ മീൻ വെട്ടുന്നത്, അതുപോലെ ഒരു ആഗ്രഹം നമുക്ക് പുറത്ത് വെച്ച് മീനെ. മണം അറിയാം, പക്ഷെ അവളിത് തിന്നത്തില്ല കേട്ടോ. അവൾ അങ്ങനെ തിന്നുന്ന പൂച്ചയല്ല അല്ല എൻ്റെ പുന്നാരിയെ പൂച്ചപ്പി. പ്രിപ്പറേഷൻ ചെയ്യാട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്ത മീനിന്റെ ബാക്കിയാണ്. അത് അന്ന് തന്നെ കുക്ക് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒറ്റയടിക്കിട്ട വീഡിയോ നിങ്ങൾ മടുത്തു പോകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് വറക്കുവാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടൊന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതേവരെ ഫിഷ് ഫ്രൈ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവിന് ചേർക്കുക. അത്രമാണിത്. ഇല്ല നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവ 3 പേരും കൂടെ ശരിക്കും അങ്ങോട്ട് അരയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുരുമുളക് ചേർക്കുക. എൻ്റെ പച്ചക്കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് പിരിയൻ മുളക് പൊടിയാണ്, ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ അരിപ്പൊടി. നമ്മൾ എന്തിനാ അരിപ്പൊടി ചേർക്കുന്നതെന്ന് അറിയാമോ? അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മീന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഒത്തിരി ചേർക്കല്ല, 1 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകലം ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ മീൻ പറക്കുമ്പോഴേക്കും നാരങ്ങാനീര് ചേർക്കത്തില്ല, നല്ലതാണ്. നമുക്കൊരു 1/2 നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് മല്ലിയില. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക. ഇത് ഡ്രൈഡ് ആയിട്ടുള്ള മല്ലിയിലയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സുന്ദരമായിട്ട് മിക്സ് ചെയ്യുക. നല്ല കുഴമ്പ് പരുവത്തിൽ ഇവനെ എടുക്കുക. കാരണം നമ്മുടെ മീനെ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇത്രയും പോരാ. ഞാൻ അധികം ഓയിൽ ഒഴിക്കുന്നില്ല. നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി വറക്കാൻ എടുക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു ശകലം വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നു. നോക്കിക്കേ, നമ്മുടെ പേസ്റ്റ് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എപ്പോഴും മീൻ പറക്കുന്നവരല്ലേ. ഇത് കണ്ടോ? അതെ, ഇതുപോലൊരു കൺസിസ്റ്റൻസി നിൽക്കണം. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവം. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പരട്ടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മാക്കറലാണ്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കിട്ടുന്ന ഒരു തരം മീനാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇതിനെ വറക്കുന്നത്. ഇത് നെയ്യൊക്കെ ഉണ്ട്, നല്ല ഗുണമുള്ള ഒരു മീനാണ്, നെയ്യുള്ള മീനാണ്. കണ്ടോ? എൻ്റെ കയ്യിൽ കിട്ടിയ മീൻ ഇതാന്ന് വേണേൽ പറയാം. ഇപ്പം ഒത്തിരി നല്ല മീനുകളൊന്നും ഞാനിപ്പോൾ മാർക്കറ്റിൽ കാണുന്നില്ല. അവിടെ കിട്ടിയ മീനെ എടുത്തിട്ട് പൂശാന്ന് വിചാരിച്ചു. കണ്ടോ? നന്നായിട്ട് അരപ്പിൽ കുളിപ്പിച്ച് ഇവനെ വെക്കുക. ഇവനെ കുളിപ്പിച്ച് അങ്ങോട്ട് കിടത്തുക. ഇതുപോലെ നമ്മൾ മീൻ്റെ ഇൻസൈഡിലും എല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തവനെ കിടത്തുക. ഇനി നമുക്ക് 2 മീൻ കൂടെ ഉണ്ട്. ഇവരെ ഞാൻ ജീവിതത്തിൽ കാണാത്ത മീനുകളാണ്. എന്തായാലും അവരും ഇരിക്കട്ടെ. അവരെ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് വാങ്ങുന്നതാണെന്ന് ഇന്നത്തെ കുക്കിങ്ങിൽ അറിയാൻ പറ്റും. മീൻ്റെ ടേസ്റ്റിൽ അറിയാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇവനൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് നല്ല ക്രിസ്പിനെസ് കേട്ടോ. അരിപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട് നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരാളെയും കൂടെ ഉണ്ട്. ഇവരെല്ലാം നമുക്ക് തേച്ച് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാം. 1/2 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടങ്ങ് കോട്ടായി നല്ല ടേസ്റ്റിലിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതിനെ നന്നായിട്ട് അരപ്പിൽ മൂക്കി പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത ആളെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഫിറ്റ് ആക്കുക.
ഇങ്ങനെ തന്നെ വറക്കാം. ഒരു മീൻ്റെ തലയായിരുന്നു കേട്ടോ ഇതിൻ്റെ മുറിഞ്ഞു കിടന്നിരുന്നേ. അവനും ഒരു കുടുംബക്കാരനായതുകൊണ്ട് ഒരുമിച്ച് അവരെ അങ്ങ് ഇട്ടേക്കാം. നമ്മുടെ മാക്കറിലാണ്. മാക്കറിലെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇത് കോട്ട് ചെയ്ത് പിടിക്കാൻ പാടാണ്. ഞാൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരഞ്ഞതിൻ്റെ ഇടയിലോട്ടെല്ലാം നന്നായിട്ട് നമ്മുടെ മസാല കയറിയിട്ടുണ്ട്. ഇതിന് ഈ തൊലി ഇതിൻ്റെ പുറത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് പുറമേ പിടിക്കത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആയിക്കോട്ടെ. അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് ഞാൻ അതിൻ്റെ വയറ്റിനകത്തെല്ലാം ഇഷ്ടംപോലെ മസാല വെച്ചിട്ടുണ്ട്. എന്തായാലും അരമണിക്കൂർ നമ്മൾ വെച്ചല്ലോ, അതുകൊണ്ട് ഇപ്പം പിടിക്കുന്ന കരുതാം. മറ്റത് വറന്നതിന് ശേഷം നമുക്കിതിനെ വറക്കാം. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓ മൈ ഗോഡ്. ഓ കടൽ മീൻ വേകാൻ അധികം സമയം വേണ്ട. നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് വേകും. ഇതിന് പിന്നെ അധികം ദശക്കനം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നാവും. അപ്പൊ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓടിപ്പോരെ. നമുക്ക് നല്ല ചോറും മീനും ഒക്കെ കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ എന്തായാലും ഇതിൽ നിന്നൊരു ശക്കല എടുത്തൊന്ന് തിന്ന് നോക്കാം. നോക്കിക്കേ എന്ത് ഇതായിട്ട് പൊളിഞ്ഞു പോരും. നിങ്ങൾ കണ്ടതാ, ഈസി ആയിട്ട് പൊളിഞ്ഞു പോരുന്നുണ്ട്. ഈ ഫിഷിന്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണമല്ലോ. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും വേണ്ടി കേട്ടോ. നന്നായിട്ടുണ്ട്. ഞാൻ ഈ ഫിഷ് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചേരുവക എല്ലാം കൂടെ വന്നപ്പോഴേക്ക് ഇതിന് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. എന്തായാലും ഇതേവരെ ട്രൈ ചെയ്യാത്ത ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യം വേണ്ടി ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.